വേണ്ട മുത്തേ, ഇന്നലെയും കൂടെ പിടിച്ചതല്ലേ. ആ ശവ നിൽപ്പുണ്ട്, ഇന്നും കുറെ തള്ളു കേൾക്കേണ്ടി വരും അല്ലേ? ആ പിന്നെ എല്ലാരും വന്നല്ലോ അല്ലേ? നിങ്ങളുടെ എക്സാം പേപ്പറുകളെല്ലാം ഞാൻ കണ്ടു. ആരും നന്നായി എഴുതിയിട്ടില്ല. കോപ്പി അടിച്ചവരെയും ഞാൻ കണ്ടുപിടിച്ചു. ആകെ കൂടെ 3 പേരെ പാസ്സായിട്ടുള്ളൂ. പുഷ്ടി, പുഷ്കരൻ ആൻഡ് സെൽവൻ. ഇന്ന് നമ്മൾ ഇവിടെ ചരിത്രത്തിലെ 3 ധീരന്മാരെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യമായി അച്ചാറിനു വേണ്ടി സ്വന്തം ജീവൻ ത്യജിച്ച കപ്പലുകോയെ പറ്റി നമുക്ക് പഠിക്കാം. എല്ലാവരും തയ്യാറാണ്? ഏതൊരു കപ്പൽ പണി പാളിയാളിയ. കപ്പല് കോയല്ലേ? കപ്പല് കോയ തന്നെ. പിടിക്കവനെ, പിടിക്ക്, കൊല്ലണവനെ. ഇത് വരുന്നുണ്ട് ഉണ്ണിയെ. മര്യാദക്ക് സാധനം തരുന്നു കേട്ടാ. നിൽക്കുന്നതിന്റെ പിള്ളേർക്ക് നല്ലത്. അല്ല പറഞ്ഞാലേ ഞങ്ങളെ കുടുംബത്തോടെ പണി തരുണ്ടോളി. 4-8 പണി തരുണ്ടടാ. സാധനം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ നീ വിചാരിക്കണ്ട, അത് സാധ്യമല്ല. ഓ അത്രക്കായടാ മഹാഭാവിനി. എന്നാ വാടാ നോക്കടാ. നീ പുലിയാണ്ടാ. ഞാൻ വാളെടുക്കും മുമ്പ് തന്നെ നീ നിന്റെ വാളെടുത്തല്ലോ. ഒന്ന് വാടാ, നമുക്കൊന്ന് മുട്ടി നോക്കാം. അതാണടാ ഉർമീസ്. ഓ എന്നാലേ നമുക്കൊന്ന് യുദ്ധം ചെയ്ത് നോക്കാം. നീ ഇങ്ങോട്ട് വാ. ആ നീ കൊള്ളാലോ. നീയേ നമുക്ക് എന്നാ ഒന്നുകൂടെ നോക്കാം അല്ലേ? അതിനെന്താ, വാ. അങ്ങനെ അങ്ങ് പോയാലടാ. നിക്കടാ അവിടെ. ക്രിക്കറ്റ് ഒക്കെ എറിഞ്ഞല്ലേ അങ്ങനത്തെ കൊണ്ടേനെ. എന്ത് പറഞ്ഞാണ്ട് നിൽക്കുന്നു മഹാഭാവി. വലിച്ചിട്ട് വരുന്നുമില്ലല്ലോ. ശരി എന്നാലേ നമുക്കേ ഒന്നുകൂടെ നോക്കാം. നീയേ നിന്റെ വാളെടുത്ത്. നിന്നെ ഞാൻ വെറുതെ കൂടെ ഉദ്ദേശിച്ചില്ല. നിന്റെ പണിക്കൂട്ടി ഞാൻ കഴിച്ചിട്ടാ പോകുള്ളൂ. എന്താണ് മഹാഭാവി ആ ചുട്ടുപോയിപ്പിച്ച് വാ. അച്ചാറൊന്ന് താടാ. പറയില്ലടാ, അച്ചാർ എവിടെയാണെന്നും പറയില്ല. നിനക്കത് കൊണ്ട് ഇവിടെ നിന്ന് പോവാൻ പറ്റില്ല. അതൊന്ന് താടാ. അത് തന്നിട്ട് വേണം എനിക്കൊന്ന് പോവാൻ. സമ്മതിക്കില്ലടാ. നിനക്ക് അച്ചാറും കിട്ടില്ല, എവിടെയാണെന്നും അറിയില്ല, പൊടിയും കിട്ടില്ല. എടാ ഞാൻ കൊണ്ടുപോകണതും കാത്ത് അവിടെ 2 പേരെ കാത്തിരിക്കുന്നടാ. ആ അച്ചാർ തന്നിട്ട് വേണടാ എനിക്ക് ഇവിടെ വിട്ട് പോകാൻ. എൻ്റെ 2 കൂട്ടുകാരന്മാർ എന്നെ അവിടെ കാത്തിരിക്കാനാ. ഉർമീസിന് ഒരേ ഒരു വാക്കേ ഉള്ളടാ. ഉർമീസ് പറഞ്ഞാൽ മാറ്റില്ല. അച്ചാർ എവിടെ ഉണ്ടെന്ന് നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാ അതും കൊണ്ട് ഞാൻ പൂവുള്ളടാ. ആ എനിക്കൊന്ന് കാണണം, വാടാ. കാളവണ്ടിക്കാണെങ്കിൽ ബാലൻസും കിട്ടുന്നില്ല. ഈ ചൗക്കനാണെങ്കിൽ എന്താണ് മഹാഭാവി നീ കാണിക്കുന്നത്? എന്താണ് എന്റെ കൈ കെട്ടിയിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യണ? വീട്ടിലടാ നിന്നെ.
ഈ പണ്ടാരമാണെങ്കിൽ അറിഞ്ഞു വരുന്നില്ല. പണ്ടാരം മോളില്ല. മോളിലോട്ട് കയറി വാടാ ധൈര്യം ഉണ്ടെങ്കിൽ. അയ്യോ അജിക്ക എന്റെ അമ്മയെ അജിക്ക 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 ഇങ്ങോട്ട് വാടാ നീ. നിന്നിപ്പോ ശരിയാക്കി ഇതാണ് എന്റെ 15ാമത്തെ അടവ്. അങ്ങനെ കപ്പൽ കോയ അതിധീരമായി പോരാടി അച്ചാറ് കൊണ്ടുവന്നു. അങ്ങനെ അദ്ദേഹത്തിന് അച്ചാറുകോയ എന്ന പേരും വീണു. ഇനി അടുത്ത കഥ നമുക്ക് ഒരു ബ്രേക്കിന് ശേഷം തുടരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കപ്പലുകോയ എന്ന അച്ചാറുകോയയെ പറ്റി പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ആളെ കുറിച്ച് പഠിക്കാം. ഒരു ദിനാന്ത്യത്തിൽ 2 ഗ്ലാസ് കള്ളും മോന്തി പാമ്പായി കിടക്കാൻ ആഗ്രഹിക്കുന്ന വവ്വാല മനുഷ്യനായ വെടക്കുവക്കനെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ഒരു സുന്ദരമായ സായാഹ്നത്തിൽ വെടക്കുവക്കന്റെ വിദേശ കുപ്പി കാണാതെ പോയപ്പോൾ അത് തിരിച്ചു നേടാൻ വക്കൻ നടത്തിയ അതിഭീകരവും ഭയാനകവുമായ പ്രകടനത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ശശി, സുമേഷേ, ഗംഗാര, മക്കളെ ഓടി പാടാ. ആ വക്കനെത്താനായടാ. കുപ്പി മാറ്റടാ. എവിടെ പോയി കിടക്കുന്നു? ഇരുട്ടത്തൊന്നും കാണുന്നില്ല. പാടാ വക്ക, ഇന്ന് നിന്റെ അന്ത്യം തന്നെടാ. വാ, എവിടെ പോയി കിടക്കുന്നടാ ഇവൻ? ആ വിക്കു അമ്മേ. അയ്യോ എന്റെ പട്ടേ കുപ്പിയില്ലാതെ എനിക്ക് ജീവിതമില്ലടാ. കുപ്പിയാണ് എന്റെ ജീവിതം. എല്ലാം എനിക്ക് കുപ്പിയാണ്. എന്തൊരു പൊക്കത്. കാറിനാണ് സാധനം. ചാടിക്കളയ അമ്മച്ചേ. കുപ്പിയോടാ. എനിക്കറിയില്ല. സോമണ്ട അതും കൊണ്ട് നാട് വിട്ടു. വാക്കനോടാ കളി. അവനൊക്കെ വിജയനം. വള്ളി കറക്റ്റാണല്ലട്ടാ. അല്ല മോനെ, ട്രെയിന് കുത്തിയടാ. എന്റെ ബാഗ് എവിടെ? എന്റെ മൊബൈൽ കാണാനില്ലടാ. മൊബൈൽ പോയി, ബാഗ് പോയി. നീ അറിഞ്ഞോ മേലെ മനത്ത് 1000 ഷോപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ? അപ്പോ വെടക്കുവെക്കന്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇനി അടുത്ത കഥ നമുക്ക് നാളെ തുടങ്ങാം. നാളെ സെക്കൻഡ് സാറ്റർഡേ എന്ന ഗതി ലീവ് എടുക്കാമെന്നൊന്നും ആരും വിചാരിക്കണ്ട. നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉള്ളതായിരിക്കും. നാളെ എല്ലാവരും 9:30 സെമിനാർ ഹാളിൽ എത്തണം. കേട്ടല്ലോ? ഫസ്റ്റ് ഫ്ലോറിലല്ലേ മാം? യെസ്, ഫസ്റ്റ് ഫ്ലോറിലെ സെമിനാർ ഹാളിൽ എല്ലാവരും 9:30 പ്രസന്റ് ആയിരിക്കണം. വരാത്തവർക്ക് 500 രൂപ ഫൈൻ തീർച്ചയായും ഉള്ളതാണ്. കേട്ടല്ലോ? ഇന്ന് എത്ര മണിക്കാ മിസ് ക്ലാസ് തുറന്നു പറഞ്ഞത്? 9:30 പിത്തക്കാലി പറഞ്ഞു. എന്തായാലും ഒരു ഉറപ്പിന് വേണ്ടി നമുക്ക് ആ ബാബുവിനോട് ചോദിച്ചോളെ. അവൻ അറിയായിരിക്കും. ബാബു, എത്ര മണിക്കാ ക്ലാസ് തുടങ്ങുന്നത്? 9:30. എന്തായാലും സമയമല്ലോ. ആഹാ, എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? നല്ല കുട്ടികൾ. ഇന്നലെ നമ്മൾ കപ്പലുകോയയെ പറ്റിയും വെടക്കുവക്കനെയും കുറിച്ച് കേട്ടു. ഒരാളെ കുറിച്ച് കൂടി കേട്ടാലേ ഈ കഥ പൂർണ്ണമാകൂ. അവർക്ക് അച്ചാറും കുപ്പിയും കിട്ടി. പക്ഷേ ഗ്ലാസ് കൂടെ കിട്ടിയാലേ അവരുടെ ആഗ്രഹം സാധ്യമാകൂ. അതുകൊണ്ട് ത്രിമൂർത്തികളിൽ 3ാമനായ ഫിലിപ്പോസിന്റെ കഥയും കൂടെ നമുക്ക് കേൾക്കാം. എല്ലാരും ശ്രദ്ധിച്ചിരുന്നോണം.
സൈലൻസ്. ഗ്ലാസ് അവിടെ ഞാൻ പറയാണ്ട് നിന്നെ ഞങ്ങൾ വിടില്ല. എന്നെ കൊന്നാലും പറയണ്ട പട്ടികളെ, ഗ്ലാസ് എവിടെയാണ്? എന്നെ രക്ഷിക്കാൻ അവൻ വരുമടാ, എന്റെ പീലിപ്പോസ്. നിന്നെ കൊണ്ട് എങ്ങനെ പറയിപ്പിക്കണം ഞങ്ങൾക്കറിയാം. ഇതുകൊണ്ടൊന്ന് തന്നാ നീ സത്യം പറയും. ആരടാ ഈ സമയത്ത് വാണം പൊട്ടിച്ച? ഇത് നമ്മുടെ ശശിയാണെന്ന് തോന്നുന്നു കേട്ടാ. ഏയ്, ശശി ഇങ്ങനെ പൊട്ടിക്കാറില്ല. എന്താടാ നോക്കുന്നത്? ആരടാ അത്? ഗ്ലാസ് എവിടെ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്കറിയാം. ഇത് ഫുൾ പുകയാണല്ലോ. ഇത് മൊത്തം പുകയാണ് കേട്ടോ, ഒന്നും കാണാൻ കഴിയുന്നില്ല. മൊത്തത്തിൽ ജഗ പുക. ആരാടാ അത്? എന്താടാ നോക്കുന്നത്? പറ, ഗ്ലാസ് അവിടെ, നീ പറ. പുക തെളിയണ്ടോ? അങ്ങനെ വന്നടാ അവൻ, എന്റെ പീലിപ്പോസ്. അതാ സ്ലോ മോഷനിൽ വരാതെ ഒന്ന് വേഗം വാട പീലി, എന്നെ ഇന്ന് രക്ഷിക്കടാ. അതിനവൻ കഴിയോ? ഞങ്ങളെ വെട്ടിച്ച് നിന്നെ അവൻ ഇവിടുന്ന് കൊണ്ടുപോവോ? നോക്കിയിട്ട് കാര്യമില്ല. വിടരുതടാ, അവനെ കൊല്ലണം. അതല്ലാതെ ഒന്നും ചെയ്യരുത്. അവൻ ഇണങ്ങുന്നില്ലല്ലോ അവിടെ. എന്താ അവന്റെ നിപ്പ്? നമ്മളെ കുറിച്ച് അവന് അറിയില്ല. പിള്ളേരെ കാച്ചിക്ക. ഓ, ഈ വാനത്തിന് ഇത്രയും പുകയാണ്. പുക തെളിയുന്നില്ല. നമ്മടുത്ത കളി. തമ്മിൽ തമ്മിൽ എങ്ങനെയുണ്ട് കഥകൾ? ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ 3 പേരും തമ്മിലുള്ള ബന്ധം? ഒരാൾ അച്ചാർ കൊണ്ടുവന്നു, അടുത്ത ആൾ കുപ്പി കൊണ്ടുവന്നു, അവസാനം അവർക്ക് ഗ്ലാസും കിട്ടി. അങ്ങനെ അവർ 3 പേരും സായാഹ്നത്തിൽ സമാധാനത്തോടെ കുപ്പിയിൽ നിന്നും ഗ്ലാസ്സിലേക്ക് കള്ളൊഴിച്ച് മോന്തി അച്ചാരം തൊട്ട് നക്കി വാളും വെച്ച് നാട്ടുകാരെ മുഴുവൻ ശല്യം ചെയ്തു. ഇതുകൊണ്ടാണ് അവർക്ക് ത്രിമൂർത്തികൾ എന്ന പേര് വീണത്. എല്ലാവർക്കും കഥ ഇഷ്ടമായല്ലോ? എന്തൊരു ഹാങ് ഓവർ. വെള്ളമൊഴിച്ച ദിവസമല്ല ഇതേ സ്വപ്നം തന്നെ. നിർത്തി, ഇന്നത്തോടെ എല്ലാം നിർത്തി.